ഹലോ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് സാധ്യതയുടെ ഗണിതം എന്ന പാഠത്തിലെ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. 2022, 21, 20, 19. കൂടാതെ 2 മോഡൽ എക്സാം 2022-ലെയും 2021-ലെയും മോഡൽ എക്സാം പേപ്പറും കൂടി സോൾവ് ചെയ്യണം. അപ്പോൾ ഈ പാഠങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇത് എല്ലാ വർഷവും ഒരേ ചോദ്യങ്ങളിൽ തിരിച്ചും മറിച്ചും സംഖ്യകൾ മാറ്റിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് മാറ്റിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് പഠിച്ചു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത 0 മാറും. അതായത് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് കടക്കാം. എന്താ അപ്പോൾ ആദ്യം നമ്മൾ പൊളിച്ചടക്കാൻ പോകുന്നത് 2022-ലെ മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ആ വർഷം 3 ക്വസ്റ്റ്യൻ ആണ് ഈ പാഠത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുന്നത്തെ 2021-ൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2020-ലും 2019-ലും ഓരോ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആ ചോദ്യം മുഴുവനായിട്ട് ബോർഡിൽ ഇതിന്റെ കണ്ടന്റ് മാത്രമേ പറയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, ഒരു ബോക്സിൽ 7 വെളുത്ത ബോളുണ്ട്, 3 കറുത്ത ബോളുണ്ട്. ഈ ബോക്സിൽ നമ്മൾ ഒരു ബോളിന് എടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ബോൾ കറുപ്പാകാൻ സാധ്യത എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. കണ്ടുപിടിക്കാമോ? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചില്ല. എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ ചോദ്യം വന്നാൽ ഒരെണ്ണം എടുക്കുന്നുള്ള സാധ്യതയല്ല. ടോട്ടൽ എത്ര എടുത്തില്ലേ? ടോട്ടല് 10 ഉണ്ട്. 7, 3, 10. ഏത് കിട്ടാനുള്ള സാധ്യത ചോദിച്ചത്? ഏത് കിട്ടാനുള്ള പ്രോബിലിറ്റി ചോദിച്ചത്? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത, അതായത് കറുത്ത കിട്ടാനുള്ള സാധ്യത ചോദിച്ചത്. എന്റെ പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. ഇപ്പോൾ എത്ര ബ്ലാക്ക് ഇവിടെ ഉണ്ട്? 3. അതും പോലെ എഴുതിയാൽ ഇതാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക്. കറുത്ത കിട്ടാനുള്ള സാധ്യത ഇതാണ്. ആൻസർ ആണോ? സിമ്പിൾ. സെക്കൻഡ് റൗണ്ട് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ മധ്യബിന്ദു നിന്ന് 2 ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചുണ്ടാക്കിയ ട്രയാങ്കിൾ ആണ് ഇത്, ത്രികോണമാണ് ഇത്. അപ്പോൾ ഇതിൽ ഈ പാരലോഗ്രാമിന്റെ ഏരിയ തന്നിട്ടുണ്ട്, അതിന്റെ പരപ്പളവ് 80 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ത്രികോണത്തിന്റെ ഏരിയ എത്രയായിരിക്കും? അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക പറഞ്ഞാൽ ഈ സാമാന്തരികത്തിന്റെ പകുതി പരപ്പളവായിരിക്കും ഈ ത്രികോണത്തിന് ഉണ്ടാകുക. ഇത്ര ആ കാര്യം മനസ്സിലാക്കിയ ശേഷം, അതായത് നമ്മളിപ്പോൾ ഈ സാമാന്തരികം എടുക്കാം. ഇതിന്റെ നീളം ഞാൻ A ആണെന്ന് എടുക്കുക. ഇതിന്റെ ഈ ഉയരം ഉണ്ടല്ല, ഇതല്ലേ ചെറിയ ഉയരല്ല, ഇത് ഞാൻ B ആണെന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാമാന്തരികത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് A × B എന്നായിരിക്കും സാമാന്തരികത്തിന്റെ. ഇനി ഈ ത്രികോണത്തിന്റെ ഏരിയ എന്തായിരിക്കും? ഇത് എയും ഇതിന്റെ ഹൈറ്റ് B ആണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു അര ഇൻറ്റു നീളം ഇൻറ്റു ഉയരം ഉള്ള ത്രികോണത്തിന്റെ ഈ ഉയരം എന്ന് പറഞ്ഞാൽ ഇതന്നല്ല, ഹാഫ് ഇൻറ്റു ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ A ഇൻറ്റു ഉയരം എന്ന് പറഞ്ഞാൽ B. അതായത് AB ന്റെ പകുതി. ഇവിടെ സാമാന്തരികത്തിന്റെ എന്താ? പാരലോഗ്രാമിന്റെ AB ആണ്. ത്രികോണത്തിന്റെ എന്താ? AB ന്റെ പകുതിയാണ്. അല്ല, ഇതിന്റെ ഏരിയന്റെ പകുതിയാണ് ത്രികോണത്തിന്റെ ഏരിയ. അപ്പോൾ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? അതിന്റെ പകുതി 40 ആയിരിക്കും. ഇത്ര കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ കണ്ണടച്ച് ഈ ഒരു സാമാന്തരികത്തിൽ കുത്തിടാണ്. ഇങ്ങനെ കണ്ണും കൂട്ടിയ കുത്തിടാണ്. അങ്ങനെയാണെങ്കിൽ അത് ഈ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത എന്താണ്? ത്രികോണത്തിലാകാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോബബിലിറ്റി എങ്ങനെ അത് തന്നെ കണ്ടുപിടിക്കല്? എങ്ങനെ കിട്ടാം? ഈ സാമാന്തരികത്തിൽ നമ്മൾ കുത്തിടുന്നത്. അപ്പോൾ സാമാന്തരികത്തിന്റെ ഏരിയ, അതായത് ആ പാരലോഗ്രാമിന്റെ ഏരിയ എന്ത് ചെയ്താ, അതിന്റെ പരപ്പളവ് എന്ത് ചെയ്താ, നമ്മൾ അടിയിൽ ചെയ്താൽ ഏരിയ ഓഫ് ദി പാരലോഗ്രാം, അതായത് സാമാന്തരികത്തിന്റെ പരപ്പളവ് അടിയിൽ. മുകളിൽ എന്താ ചെയ്തത്? ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത ചോദിച്ചത്. അപ്പോൾ ത്രികോണത്തിന്റെ ഏരിയ മുകളിൽ എഴുതാം, അതായത് ത്രികോണത്തിന്റെ പരപ്പളവ് മുകളിൽ എഴുതി കൊടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സാധ്യത കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഇത് എത്ര എഴുതാം? പാരലോഗ്രാമിന്റെ ഏരിയ തന്നിട്ടുണ്ട്, സാമാന്തരികത്തിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 80. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. 40 ആണ്. ഇത് എത്ര വരും? 40/80 എന്ന് വെച്ചാൽ 1/2 അല്ലേ വരിക? അപ്പോൾ അതിന്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ 2 ബോക്സുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ബോക്സിൽ 1, 2, 3, 4 എന്നീ നമ്പറുകൾ ഒരു കടലാസിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 5, 6, 7, 8, 9 ഈ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഓരോ ബോക്സിൽ നിന്ന് നമ്മൾ ഓരോ നമ്പർ വീതം എടുക്കുകയാണ്. ഈ ബോക്സിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണ്, ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണ്. ടോട്ടൽ നമ്മൾ 2 നമ്പർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ മെനി പെയർസ് ഈസ് പോസിബിൾ? നമുക്ക് ഇങ്ങനെ എത്ര തരത്തിൽ എടുക്കാൻ പറ്റുമെന്നാണ്. എത്ര തരത്തിൽ എടുക്കാൻ പറ്റും? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്? 1, 2, 3, 4 ഉണ്ട്. ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ ടോട്ടൽ മൊത്തം എത്ര തരത്തിൽ എടുക്കാൻ പറ്റും എന്നറിയണമെങ്കിൽ ഈ 2 സംഖ്യ കൂടി ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? 20 അല്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാണ്?
20. സിമ്പിൾ, പെട്ടെന്ന് കഴിയും. ഈ പാഠത്തിന് പ്രത്യേകത അറിയാമെങ്കിൽ പെട്ടെന്ന് ഈ സെക്കൻഡ് വേർഡ് കൊണ്ട് ഉത്തരവായി. പിന്നെ അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് ആൻഡ് ഓഡ്. അതായത് ആദ്യത്തെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നതും ഒറ്റ സംഖ്യ ആകാനുള്ള ഓടാകാനുള്ള സാധ്യത എത്രയാണ്, ഇതിന്റെ പ്രോബിലിറ്റി എത്രയാണ്, അതാണ് രണ്ടാമത്തെ ചോദ്യം. അത് ചുരുക്കി എഴുതിയതാണ് ഇത് കണ്ടിട്ട് ഇത് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് ഓടായിരിക്കണം, ഇതിൽ നിന്ന് കിട്ടുന്നത് ഓടായിരിക്കണം. എത്ര വരുന്നു അങ്ങനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യം ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഓടാകാനുള്ള സാധ്യത എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഓടാകാനുള്ള സാധ്യത എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആ രണ്ട് സാധ്യത പരസ്പരം ഗുണിച്ചാൽ മതി. അതായത് ഇതിൽ നിന്ന് ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ ഓടാകാനുള്ള സാധ്യത എത്രയാണ്? ഇതിൽ ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്? 4 സംഖ്യകളുണ്ട്. ഇതിൽ എത്ര ഓഡ് സംഖ്യകളുണ്ട്? ഒറ്റ സംഖ്യകളുണ്ട്. ഇത് ഒറ്റ സംഖ്യയാണ്, ഇതും ഒറ്റ സംഖ്യയാണ്. 2 ഓഡ് നമ്പേഴ്സ് അല്ലേ? എത്ര ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 എണ്ണം. ഒരെണ്ണം 2. അപ്പോൾ 2. ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഓടാകാനുള്ള സാധ്യത, ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ അത് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ്? ഇതിൽ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 5 നമ്പേഴ്സ് ഇല്ലേ? 5 എണ്ണം ഉണ്ട്. അതിൽ എത്ര ഓഡ് ഉണ്ട്? ഒറ്റ സംഖ്യ ഉണ്ട്. ഇത് ഒറ്റ സംഖ്യയാണ്, ഇത് ഒറ്റ സംഖ്യയാണ്, ഇത് ഒറ്റ സംഖ്യയാണ്. എത്ര ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ കാണണ്ടേ? രണ്ടും ഒറ്റ സംഖ്യ, നമുക്ക് കിട്ടുന്ന രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ സാധ്യതയും ഗുണിച്ചാൽ മതി. ഗുണിക്കാനല്ല, ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യ ഗുണിക്കാൻ അറിയില്ല. എങ്ങനെ ഗുണിക്കാം? 2 കൂടി ഗുണിച്ചാൽ 6, അടിയിൽ 2 കൂടി ഗുണിക്കുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം. രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 6/20. മൂന്നാമത്തെ ചോദ്യം, സമ്മ് 10 ആകാനുള്ള സാധ്യത, അതായത് തുക 10 കിട്ടാനുള്ള സാധ്യത. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സംഖ്യ എടുക്കുകയാണ്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സംഖ്യ എടുക്കുകയാണ്. 2 സംഖ്യ കിട്ടിയല്ലോ. ഈ 2 സംഖ്യയുടെ തുക രണ്ടും കൂടി കൂട്ടിയാൽ 10 കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ നമ്മൾ അങ്ങനത്തെ സംഖ്യ എടുത്തിട്ടുണ്ട്, ഇത് എണ്ണി നോക്കിയാൽ മതി. 2 സംഖ്യ എടുക്കുക, കൂട്ടിയ 10 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെ വരും നോക്കാം. ഇതിൻ്റെ അകത്തുനിന്നും ഒന്ന് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കണേ, ആ രീതിയിൽ തന്നെ എടുക്കണേ. എനിക്ക് എത്ര എണ്ണം വരും നോക്കിയിട്ട് അതിൻ്റെ എണ്ണം ചെയ്യാൻ മതി. ഏതൊക്കെ ജോഡികൾ വരും? ഈ 1ഉം ഈ 9 കൂടിയ 10 ആവൂലേ? അപ്പോൾ 1ഉം 9ഉം വരാം. പിന്നെ തരാം 2ഉം 8ഉം കൂടിയ 10 ആവുമല്ലോ, ആ ജോഡി വരാം. പിന്നെ തരാം 3ഉം 7ഉം 10 ആവുമല്ലോ. പിന്നെ തരാം 4ഉം 6ഉം 10 ആവുമല്ലോ. ഇനി വേറെ ഉണ്ടോ? നോക്ക്, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 1, 2, 3, 4 സംഖ്യകളുണ്ട്. ഇപ്പോൾ സാധ്യത എങ്ങനെ പറയാം? ഇതിൽ മൊത്തം എത്ര ജോഡികൾ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു? 20 അല്ല. അപ്പോൾ ആ 20 അടിയിലില്ല. നമുക്ക് വേണ്ട ജോഡികൾ എത്രയുണ്ട്? സമ്മ് 10 വരുന്ന ജോഡികൾ എത്രയുണ്ട്? 1, 2, 3, 4. അത് മുകളിലില്ല. അപ്പോൾ ഇതാണ് ഇത് സമ്മ് 10 കിട്ടാനുള്ള സാധ്യത, തുക 10 കിട്ടാനുള്ള സാധ്യത ഇതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എത്രയാ? 4/20. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ തീർന്നു. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് കഴിയുന്നുണ്ട്, അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തീർക്കാം. ഇനി 2022 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് ഇങ്ങനെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, മറ്റേ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഈ AB ഡയമീറ്റർ ആണ് പറഞ്ഞത്, ഇതിന്റെ വ്യാസമാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ കണ്ണടച്ച് കുത്തിയിടുകയാണെങ്കിൽ, ചോദ്യമാണ് കണ്ണടച്ച് കുത്തിയിടുകയാണെങ്കിൽ അത് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനുള്ള സാധ്യത എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സർക്കിളിന്റെ ഏരിയ എത്രയാണോ അത് അടിയിൽ എഴുതാം. ഈ ഷെയ്ഡ് നമുക്ക് ഇവിടെ കാണാൻ സാധ്യത കിട്ടണ്ടേ, അതിന്റെ ഏരിയ എത്രയാണോ അത് മുകളിൽ എഴുതിയാൽ മതി. ഇവിടെ സർക്കിൾ രണ്ട് തുല്യ ഭാഗമായിട്ടുള്ള ഭാഗിച്ച് അല്ല, അപ്പൊ മൊത്തം സർക്കിളിന്റെ പകുതിയായിരിക്കും ഇത് അല്ല, ഒരു പകുതിയല്ലേ. ഇപ്പൊ എന്തായിരിക്കും സാധ്യത? എന്തായിരിക്കും? പകുതിയായിരിക്കും. ഇപ്പൊ സാധ്യത എത്രയാണെങ്കിലും 1/2, പകുതി നമ്മളല്ല 1/2. അപ്പൊ ഇതാണ് സാധ്യത പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു ബോക്സ് ഉണ്ട്, അതിൽ 3 ചുവന്ന ബോളുകളും 6 പച്ച ബോളുകളുണ്ട്. ഈ ബോക്സിൽ നമ്മൾ ഒരു ബോളിന് എടുക്കുകയാണ്, നോക്കാണ്ട് ഒരു ബോൾ എടുക്കുകയാണ്. അപ്പോൾ ആ കിട്ടുന്ന ബോൾ ചുവപ്പാകുന്ന സാധ്യത എത്രയാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എളുപ്പത്തിൽ പറഞ്ഞു എങ്ങനെ സാധ്യത പറയാം. ടോട്ടൽ എത്രയുണ്ട്? ഒരെണ്ണം എടുക്കുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കാം. 6, 3, 9 ഉണ്ട്. നമുക്ക് ഏത് കിട്ടാനുള്ള സാധ്യത? ചുവപ്പ് കിട്ടാനുള്ള സാധ്യത. എത്ര ചുവപ്പ് ഇവിടെ ഉണ്ട്? 3. ഇതാണ് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത. ഇതിന്റെ ആൻസർ എത്രയാണ്? 3/9. അതായത് 1/3 ചുരുക്കി. ഇനി രണ്ടാമത്തെ, ഹൗ മെനി ബോൾസ് ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് പ്രോബിലിറ്റി ഓഫ് റെഡ് ഈക്വൽ ടു 1/2. അതായത് ഇതിൻ്റെ അകത്ത് എത്ര ബോളുകൾ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ ഈ സാധ്യത 1/2 മാറും. ചുവപ്പ് കിട്ടാനുള്ള സാധ്യത 1/2 കിട്ടും. അതായത് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത പകുതിയാവും. എങ്ങനെയാ?
പകുതിയാണെങ്കിൽ രണ്ടും ഒരേ എണ്ണായിരിക്കണ്ടേ. ഇവിടെ എത്ര പച്ച ബോളുണ്ട്? 6. ചുവപ്പ് എത്രയുള്ള? 3. അപ്പൊ ഇതിന്റെ അതേ എണ്ണായിരിക്കണം ഇവിടെ എത്ര ചേർക്കണം? എത്ര ചുവപ്പ് ചേർത്ത് കൊടുക്കണം? 3 എണ്ണം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3 എണ്ണം കൂടി കൂട്ടി കൊടുക്കണം. അപ്പൊ എന്തായി? ഇതും 6 ഇതും 6. അപ്പൊ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത എത്രയായി? ഇവിടെ 6 എണ്ണം വന്നാല് ടോട്ടൽ എത്രയായി? 12. അതിൽ ഇത്ര ചുവപ്പ് ഉണ്ട് ഇപ്പോ? 6. അപ്പൊ ഇതാണ് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത. എത്രയാണ്? 1/2 അല്ലേ? അപ്പൊ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത 1/2. അപ്പൊ രണ്ടും ഒരേ എണ്ണാണെങ്കിൽ എന്തായിരിക്കും? സാധ്യത പകുതി പകുതി ആയിരിക്കും. അപ്പൊ ഒരേ എണ്ണാക്കാണ് പച്ച 6 എണ്ണങ്ങളോട് 3 എണ്ണം കൂടി കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ആൻസർ എത്രയാണ്? 3 ബോൾ കൂടി ആഡ് ചെയ്യണം. 3 ബോൾ കൂടെ കൂടി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. അതായത് 2 ബോക്സ് ഉണ്ട്. ആദ്യത്തെ ബോക്സിൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, ഒരു കടലാസിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിലാണെങ്കിൽ 3ന്റെ ഗുണിതമായിട്ടുള്ള 10നേക്കാളും ചെറിയ സംഖ്യകളുണ്ട്. അപ്പൊ അത് ഏത് കേക്ക് വരിക? 3ന്റെ ഗുണിതമായിരിക്കണം, 10നേക്കാളും ചെറുതായിരിക്കണം. ഏതൊക്കെ വരും? 3, 6, 9, 12 വരില്ലല്ലോ. കടന്നു 10 കടന്നു, 10നേക്കാളും ചെറുതായിരിക്കണം. ഇപ്പൊ രണ്ടാമത്തെ ബോക്സിൽ ഈ സംഖ്യകളാണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യം, നമ്മൾ ഈ ബോക്സിൽ നിന്നും ഈ ബോക്സിൽ നിന്നും ഒരു സംഖ്യ നോക്കാണ്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് 2 സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ കിട്ടിയ 2 സംഖ്യയും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അത് രണ്ടും ഓടാകാനുള്ള സാധ്യത എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ കണ്ടുപിടിക്കും. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കുക, ഇതിൻ്റെ അകത്ത് നിന്ന് ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. രണ്ടും കൂടി വിളിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണോ? അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം എടുക്കാനുള്ള ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഇത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 10 സംഖ്യകളില്ല, 1 മുതൽ 10 വരെയാണ്. അപ്പോൾ 10 സംഖ്യകൾ ടോട്ടൽ ഉണ്ട്. ഇതിൽ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 1 ഉണ്ട്, പിന്നെ അതുള്ള 3, 5, 7, 9 എത്രയല്ലോ? അപ്പൊ അതിന് 5 എണ്ണം ഉണ്ട്. ടോട്ടൽ 5 എണ്ണം. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്ത് ഒറ്റ സംഖ്യ കിട്ടാൻ സാധ്യത. ഇനി ഇതിൻ്റെ അകത്ത് ഒറ്റ സംഖ്യ കിട്ടണ്ട, 2 ഒറ്റ സംഖ്യ ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ സാധ്യത ഉപയോഗിക്കേണ്ട ഇതിൽ ടോട്ടൽ എത്ര സംഖ്യ ഉണ്ട്? 1, 2, 3 സംഖ്യകൾ. എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 1 ഇതും 1 ഇതും 2 എണ്ണം അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ്, ഇതിൻ്റെ അകത്ത് ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ കാണേണ്ടതല്ലോ, രണ്ടും ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്താ ചെയ്യാം? രണ്ടും കൂടി ഗുണിച്ചാൽ മതി. ഇപ്പോൾ എത്ര കിട്ടും? 5 × 2 10/30. 10/30 വരും 1/3. അപ്പോൾ സാധ്യത വരും 1/3. രണ്ടും ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഈവൻ. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സംഖ്യ എടുക്കണം, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സംഖ്യ എടുക്കണം. ടോട്ടൽ 2 സംഖ്യകൾ. അപ്പോൾ കിട്ടുന്ന 2 സംഖ്യകളിൽ ഒരെണ്ണെങ്കിലും ഈവൻ, അതായത് ഒരെണ്ണെങ്കിലും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയാണ്. അത് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് സംഖ്യ എടുക്കാം, ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. അപ്പോൾ 2 നമുക്ക് എന്ത് കിട്ടാം? ഇരട്ട സംഖ്യ കിട്ടാലോ. അല്ല, ഇതിൻ്റെ അകത്തുനിന്ന് ഇരട്ട സംഖ്യ കിട്ടാം, ഇതിൻ്റെ അകത്ത് ഇരട്ട സംഖ്യ കിട്ടാം. അല്ലെങ്കിൽ എങ്ങനെ കിട്ടാം? ഇങ്ങനെ കിട്ടിക്കൂടെ? ആദ്യത്തേത് ഈ പെട്ടിയിൽ നിന്ന് ഇരട്ട സംഖ്യ കിട്ടാം, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഒറ്റ സംഖ്യ കിട്ടാം. അപ്പോൾ എന്തായി? ഒരെണ്ണെങ്കിലും ഈവനായി, ഒരെണ്ണെങ്കിലും ഇരട്ടയില്ല. നമ്മൾ 2 സംഖ്യ കിട്ടുന്നത് ഒരെണ്ണെങ്കിലും ഇരട്ടയായി, ഒരെണ്ണം ഈവനായി, അറ്റ്ലീസ്റ്റ് 1 ഇരട്ടയായി, ഈവനായി. അല്ലെങ്കിൽ എങ്ങനെ വരാം? ഇങ്ങനെ വരാം. ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒറ്റ സംഖ്യ, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ. അപ്പോൾ എന്തായി? ഒരെണ്ണെങ്കിലും എന്തായി? ഈവനായി. ഇവിടെ ഒരെണ്ണം ഈവൻ വന്ന്, ഇവിടെ ഒരെണ്ണം ഈവൻ വന്ന്, 2 ഈവൻ വന്ന്. അപ്പോൾ എന്തായി? ഇവിടെ എല്ലാത്തിലും ഒരെണ്ണെങ്കിലും ഈവൻ വരുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ ഇതിന്റെ സാധ്യത കണ്ടുപിടിക്കുക, ഇതിന്റെ സാധ്യത കണ്ടുപിടിക്കുക, ഇതിന്റെ സാധ്യത കണ്ടുപിടിക്കുക, കൂടി കൂട്ടാം. ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ രണ്ടും ഇരട്ട സംഖ്യയാണുള്ള സാധ്യത നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇതിൻ്റെ അകത്തു നിന്നും ഇരട്ട സംഖ്യ ആയിരിക്കണം, ഇതിൻ്റെ അകത്തുള്ള ഇരട്ട സംഖ്യ ആയിരിക്കണം. അത് രണ്ടും ഈവൻ ആയിരിക്കണം. ഇതിൻ്റെ അകത്ത് ഈവൻ കിട്ടാൻ പ്രോബബിലിറ്റി ഇല്ല, ഇരട്ട കിട്ടാനുള്ള സാധ്യത ഇല്ല. ടോട്ടൽ എത്രയുണ്ട്? 10 സംഖ്യകൾ. എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 1 മുതൽ 10 വരെ 5 എണ്ണം. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത. രണ്ടാമത്തെ ഇരട്ട ഇരട്ട. ഇതിൽ മൊത്തം എത്ര സംഖ്യ ഉണ്ട്? 3. എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 1. അപ്പോൾ 2 ഇരട്ട സംഖ്യകളുള്ള സാധ്യത ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? 5/30. അപ്പോൾ ഈ സാധ്യത കിട്ടി. ഇതേപോലെ ഈ സാധ്യത കണ്ടുപിടിക്കുക. ആദ്യത്തെ ഈവനും രണ്ടാമത്തെ ഓടും. അതായത് ആദ്യത്തെ ഇരട്ട രണ്ടാമത്തെ ഒറ്റ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇരട്ട സംഖ്യ കിട്ടും. അത്രയും സാധ്യത വരിക. ടോട്ടൽ 10 ഉണ്ട്. എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 1 മുതൽ 10 വരെ 5 എണ്ണം ഉണ്ട്. ഇനി രണ്ടാമത്തത് ഒറ്റ സംഖ്യ ആയിരിക്കണം. ഇവിടെ ടോട്ടൽ എത്ര സംഖ്യ ഉണ്ട്? 3. എത്ര ഒറ്റ സംഖ്യ ഉണ്ട്?
1 2 ഇതിന്റെ കൂടെ ഗുണിച്ചാൽ ആദ്യത്തെ ഇരട്ടെ രണ്ടാമത്തെ ഒറ്റ കിട്ടാനുള്ള സാധ്യത കിട്ടിക്കോളൂ. അത് എത്രയാ 10/30. ഇനി മൂന്നാമത്തെ എന്താ ആദ്യത്തെ ഇരട്ടെ ആദ്യത്തെ ഒറ്റയും രണ്ടാമത്തെ ഇരട്ടയും ആദ്യത്തെ ഓട് രണ്ടാമത്തെ ഇര ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് നിന്ന് ഒറ്റ അയക്കണം. ടോട്ടൽ എത്ര സംഖ്യയുണ്ട് 10. എത്ര ഒറ്റ സംഖ്യയുണ്ട് 5 ഇൻറ്റു രണ്ടാമത്തെ ഇരട്ടി അയക്കണം. അതിൽ ടോട്ടൽ എത്ര സംഖ്യയുണ്ട് 3. അതിൽ എത്ര ഇരട്ട സംഖ്യയുണ്ട് 1. ഇത് എത്ര വരും 5/30. ചോദ്യം എന്തായിരുന്നു ഒരെണ്ണെങ്കിലും ഇരട്ട സംഖ്യ ഒരെണ്ണെങ്കിലും ഈവൻ ആകാൻ സാധ്യത. അപ്പോൾ ഈ സാധ്യത കൂട്ടണം ഈ സാധ്യത കൂട്ടണം ഈ സാധ്യത എത്ര വരും 5/30 കൂട്ടണം 10/30 കൂട്ടണം 5/30. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, അടിയുടെ സംഖ്യ സെയിം അല്ല. അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ട് മുകളിലത്തെ കൂട്ടിയിടാലോ. 5 10 15 5 20 20/30 എങ്ങനെ വരും ചുരുക്കിയാൽ 2/3. ഇതിനുത്തരത്തെ 2/3 കണ്ടുപിടിക്കും. ഈ കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരെണ്ണെങ്കിലും ഒറ്റാതാണ് ചോദിച്ചത്, ഇരട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നിന്റെ രണ്ടും ഇരട്ട വരാം, അല്ലെങ്കിൽ ആദ്യത്തെ ഇരട്ട വരാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇരട്ട വരാം. ഇത് മൂന്നും കൂടി കണ്ടുപിടിച്ച് കിട്ടേണ്ടത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 is asked to say a number less than 10. ഒരാളോട് 10നേക്കാൾ ചെറിയൊരു സംഖ്യ എണ്ണൽ സംഖ്യ പറയാൻ ആവശ്യപ്പെടുക, നാച്ചുറൽ നമ്പർ പറയാൻ ആവശ്യപ്പെടുകയാണ്. നമ്പറിന് നാച്ചുറൽ നമ്പറിൽ നിന്നാണ് ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദ്യം ആ പറയുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ്? അങ്ങനൊരു സംഖ്യ പറയല്ലോ, അത് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ്? എത്ര വരും? എളുപ്പത്തിൽ കണ്ടുപിടിച്ചില്ലോ. ടോട്ടൽ എത്ര സംഖ്യ ഉണ്ട്? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്നാണ്. അപ്പോൾ ഇതൊക്കെ വരാം 1 2 3 4 വരും 9 വരെ. 10 വരും ലെസ് ദാൻ 10 എന്ന് പറയാം. 10നേക്കാൾ ചെറുതെന്നാണ്. പിന്നെ 0 ഇവിടെ വരില്ല, 0 എന്നൊരു സംഖ്യയാണ്. ഇപ്പോൾ ടോട്ടൽ എത്ര സംഖ്യ ഉണ്ട്? 1 മുതൽ 9 വരെ ടോട്ടൽ എത്രയുണ്ട്? 9 സംഖ്യകളുണ്ട്. അപ്പോൾ ഇതിന്റെ സാധ്യത പറയുമ്പോൾ ടോട്ടൽ അടിയിൽ എത്ര സംഖ്യ? ടോട്ടൽ 9 ഉണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര ഏതാ ഒറ്റ ഓടല്ല, എത്ര ഓട് നമ്പറുണ്ട്? ഒറ്റ സംഖ്യകളുണ്ട് 1 മുതൽ 9 വരെ. പിന്നെ 5 ഉണ്ടാവില്ല. അപ്പോൾ 5 അത് മുകളിൽ വരിക. അപ്പോൾ എന്തായി ഒറ്റ സംഖ്യ ആവാൻ സാധ്യത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രോബിലിറ്റി ഓഫ് നോട്ട് ഈവൻ, അതായത് പറയുന്ന സംഖ്യ ഇരട്ട സംഖ്യ ആകാതിരിക്കാനുള്ള സാധ്യത. അങ്ങനെ ചോദിക്കാം. ആകാതിരിക്കാനുള്ള സാധ്യത എങ്ങനെ പറയാം? നമ്മൾ ആകുന്ന സാധ്യത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് കണ്ടുപിടിക്കാം. അങ്ങനെ എത്ര വരും? ഇത് ടോട്ടൽ എത്ര സംഖ്യ ഉണ്ട്? 9. അതിൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 1 മുതൽ 9 വരെ എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. ശരിയല്ല? അപ്പൊ ഇതാണ് ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത. ചോദ്യം അതല്ല, ഇരട്ട സംഖ്യ കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ്, അത് പറയാതിരിക്കാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഒന്നിൻ്റെ അകത്ത് ഈ സംഖ്യ കുറച്ച് ഒന്ന് പറഞ്ഞാൽ മാക്സിമം സാധ്യതയാണ്. സാധ്യത മാക്സിമം 1 മിനിമം 0 ആണ്. അപ്പോൾ മാക്സിമം സാധ്യത ഒന്നിൻ്റെ അകത്ത് ഇത് കിട്ടാനുള്ള സാധ്യത 4/9 കുറച്ചാൽ എന്ത് കിട്ടും? കിട്ടാതിരിക്കാനുള്ള സാധ്യത ആയിക്കോളും. അപ്പോൾ എത്രയും 9 മൈനസ് 4/9 ചെയ്യാറ്. ഫ്രാക്ഷൻ ചെയ്യാറില്ല, അറിയില്ലെങ്കിൽ 3/1 ചെയ്തോ. അപ്പോൾ ക്രോസ് ആയി മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 5/9 ഇതാണ് ഇരട്ട സംഖ്യ കിട്ടാതിരിക്കാനുള്ള സാധ്യത. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇരട്ട സംഖ്യ കിട്ടിയില്ലെങ്കിൽ അതെന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. അതെല്ലാം ഇവിടെ കിട്ടിയ ഓഡ് സംഖ്യ കിട്ടാനുള്ള സാധ്യതയായിരിക്കും. അങ്ങനെ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ചതുരം വരച്ചിട്ടുണ്ട്, അതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് പി എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. DC എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. അവിടെ നിന്നാണ് യോജിപ്പിച്ച് വരച്ചിട്ടുള്ളത്. ഈ ചോദ്യമാണ്, നമ്മൾ ഈ ചതുരത്തിൽ ഈ റെക്ടാങ്കിൾ കണ്ണടച്ചിട്ട് ഒരു കുത്തിയിട്ടാണെങ്കിൽ അത് ഈ ട്രയാങ്കിളിനകത്ത് വീഴാനുള്ള സാധ്യതയാണ്. ABP എന്ന് പറഞ്ഞ ത്രികോണത്തിൽ വീഴാനുള്ള, ആ ട്രയാങ്കിൾ വീഴാനുള്ള സാധ്യതയാണ് അത് ചോദ്യം. കണ്ടുപിടിക്കാലോ. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് ADP എന്ന് പറഞ്ഞ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത. ADP അതായത് ഈ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യതയാണ്, അതിൽ വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണ്. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് ഇതിൽ വീഴാതിരിക്കാനുള്ള സാധ്യതയാണ്. ഇത് എൻ്റെ വക കൂട്ടിച്ചേർത്ത ചോദ്യമാണ്. ഇത് ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കരുതിയിരിക്കണം. ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ പിക്ചർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കരുതിയിരിക്കുന്നതാണ്. ഇത് കണ്ടുപിടിക്കുക. ഈ ട്രയാങ്കിൾ വീഴാനുള്ള സാധ്യത, ആദ്യത്തെ ചോദ്യം, ഈ ട്രയാങ്കിൾ വീഴാനുള്ള സാധ്യത എത്രയാണ്? സാധ്യത പ്രോബിലിറ്റി എങ്ങനെ കാണാം? സാധ്യത എങ്ങനെ കാണാം? ഈ ചതുരത്തിൽ ഒരു കുത്തിട്ടാൽ ഇതിൽ വീഴാനുള്ള സാധ്യത പറഞ്ഞേ. അപ്പോൾ അടിയിൽ എന്ത് ചെയ്താൽ ചതുരത്തിന്റെ ഏരിയ, ചതുരത്തിന്റെ പരപ്പം ചെയ്താൽ ആ റെക്ടാങ്കിളിന്റെ ഏരിയ ചെയ്താൽ മുകളിൽ എന്താ ചെയ്തത്? ആദ്യം ചോദിച്ചാൽ ഈ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത. അപ്പോൾ ഈ ത്രികോണത്തിന്റെ ഏരിയ, അതിന്റെ പരപ്പളവ് മുകളിൽ എഴുതാം.
ഇത്ര എഴുതിയാൽ എന്തായി സാധ്യത കിട്ടിക്കോളും. ഇനി ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. റെക്ടാങ്കിൾ ഏരിയ എന്താ വരിക? ഇതിന്റെ ലെങ്ത് തൽക്കാലം എൽ എന്ന് ബി എന്ന് എടുക്കാം. ലെങ്ത് എൽ ആണെന്നും ബ്രെഡ്ത്ത് ബി ആണെന്നും എടുക്കാം. അങ്ങനെയെങ്കിൽ ഈ റെക്ടാങ്കിൾ ഏരിയ ചതുരത്തിന്റെ പരപ്പളവ് എന്താ വരിക? ഇതെല്ലാം കൂടി ഗുണിക്കുന്നതല്ല, നീളം വീതി കൂടി ഗുണിക്കുന്നതല്ല, അതായത് ലെങ്ത് ബ്രെഡ്ത്ത് കൂടി ഗുണിക്കുന്നതല്ല. ഇതൊരു ഏരിയ ഓഫ് റെക്ടാങ്കിൾ സാധനം നമുക്ക് എന്ത് ചെയ്താൽ എൽ ഇൻറ്റു ബി എന്ന് എഴുതാം. എന്താ മുകളിലുള്ള ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ല, എ ബി പി. ഈ ട്രയാങ്കിൾ ഏരിയ ട്രയാങ്കിൾ ഏരിയ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ബി എച്ച് തന്നെ, ഹാഫ് ബി എച്ച് തന്നെ, അര ഇൻറ്റു നീളം ഇൻറ്റു ഉയരം തന്നെ. അര എഴുതി ഇൻറ്റു നീളം ഈ ട്രയാങ്കിൾ നീളം ഇതല്ല എല്ല് തന്നെ അല്ല ഇൻറ്റു അതിന്റെ ഉയരം എന്താ? ട്രയാങ്കിൾ ഉയരം പറഞ്ഞാൽ ഇവിടുന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലംബത്തിന്റെ ലെങ്ത് അല്ല, നീളമല്ല. ഇത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് തന്നെയല്ല, ബി തന്നെ തന്നെ. അപ്പോൾ ഈ ത്രികോണത്തിന്റെ ഉയരത്തില് ബി തന്നെ. റെഡിയല്ല? ഇനി എല്ലും കൂടി കട്ടായി പോകും, ബിയും കൂടി കട്ടായി പോകും. ബാക്കി എന്താവും? ആര. ഇതാണ് ഈ ത്രികോണത്തിൽ കാണുന്ന സാധ്യത. ഇതിന്റെ ആൻസർ കിട്ടി ആര. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രോബിലിറ്റി ഓഫ് ഇൻസൈഡ് ട്രയാങ്കിൾ എ ഡി പി. അതായത് ആ ഇങ്ങനെ ഒരു കുത്തിട്ട് കണ്ടുപിടിച്ചൊരു കുത്തിട്ടാൽ ഈ ത്രികോണത്തിനകത്ത് ചെയ്യാനുള്ള സാധ്യതയാണ്. രണ്ടാമത്തെ ചോദ്യം കണ്ടുപിടിക്കാലോ. എങ്ങനെ? ഇവിടെ കണ്ടുപിടിച്ച പോലെ തന്നെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ അടിയിൽ എഴുതാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ മുകളിൽ എഴുതാം. ഇവിടെ കാണാൻ സാധ്യത വരും, അപ്പോൾ അതിന്റെ ഏരിയ മുകളിൽ എഴുതും. അപ്പോൾ എന്ത് വരും? ചതുരത്തിന്റെ പരപ്പളവ് വരും. മുകളിലോ ഇവിടെ കാണാൻ സാധ്യത വെച്ചാൽ ഇതിന്റെ പരപ്പളവ് ഏരിയ ഓഫ് ഈ ത്രികോണത്തിന്റെ ഏരിയ, അതാണ് അതിന്റെ പരപ്പളവ്. ഇത്ര എഴുതിയാൽ മതി. ഇനി ഏരിയ ഓഫ് റെക്ടാങ്കിൾ എത്രയാ? ഇത് എല്ലും ഇത് ബി ആണെങ്കിൽ ഈ ചതുരത്തിന്റെ ഏരിയ എത്ര വരിക? രണ്ടും ഗുണിച്ചാൽ പോരെ, നിങ്ങൾ ബി കൂടി ഗുണിച്ചാൽ പോരെ, എൽ ഇൻറ്റു ബി വരും ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി എന്ന് വരും. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുക. ട്രയാങ്കിൾ ഏരിയ ഹാഫ് ഇൻറ്റു നീളം ഇൻറ്റു ഉയരം, അതായത് ഹാഫ് ബി എച്ച് തന്നെ. ഹാഫ് എഴുതി ഇതിന്റെ ലെങ്ത് എന്താ വരിക? ഈ ട്രയാങ്കിളിന്റെ ലെങ്ത് എന്താ വരിക? ഇതായിരിക്കില്ല, ഇവിടെ മുതൽ ഇവിടെ വരെ ഒന്നും ഇതായിരിക്കില്ല. ആ നീളം എന്താണ്? നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടുത്തെ വരെ എല്ലാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടുത്തെ വരെ എന്തായിരിക്കും? എല്ലിന്റെ പകുതി ആയിരിക്കും. കാരണം ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ വരെ എന്തായിരിക്കും? L/2 ആയിരിക്കും. എല്ലിന്റെ പകുതി ആയിരിക്കും. ഈ നീളത്തിന് നേരെ പകുതി ആയിരിക്കും. ഇതെന്താ? ഇതിന്റെ ഹൈറ്റ് തരിക, ത്രികോണത്തിന്റെ ഹൈറ്റ് ഇതല്ലേ വരിക? ഇതെത്രയായി? ബി തന്നെ. ഇപ്പൊ ത്രികോണത്തിന്റെ നീളവും കിട്ടി, അതിന്റെ ഹൈറ്റ് കിട്ടി. ഇപ്പൊ നീളം L/2 ഇൻറ്റു ഹൈറ്റ് ബി. ഈ ബിയും ബിയും കൂടി കട്ടായി പോകും, ഈ എല്ലും കൂടി കട്ടായി പോകും. ഇവിടെ 3 മാത്രമാണ്. അപ്പം എന്തെങ്കിലും ഇവിടെ 1/2 ഇൻറ്റു ഇവിടെ 1/2 മാത്രമായി. അപ്പോൾ എത്രയും ഇത് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ്? 1/4. അപ്പോൾ ഇതാണ് ഈ ത്രികോണത്തിലുള്ള സാധ്യത. ഈ ചോദ്യം പുറത്ത് വെച്ചോളാം, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 1/4 ആണ്. ഇനി അടുത്ത ചോദ്യം പറയുന്നത് ഈ ത്രികോണത്തിൽ വീയാതിരിക്കാനുള്ള സാധ്യത ആണ്. വീയാതിരിക്കാനുള്ള സാധ്യത എന്താ കാണണം? ഇങ്ങനെ കണ്ടുപിടിക്കാം. വീയാനുള്ള സാധ്യത നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ അല്ല, ആ സാധ്യത 1/4. അത് കണ്ടുപിടിക്കാം. മാക്സിമം സാധ്യത 1ൽ നിന്ന് കുറച്ച് കളയാം. വീയാനുള്ള സാധ്യത കുറച്ച് കളയാൻ എന്ത് കിട്ടും? വീയാതിരിക്കാനുള്ള സാധ്യത കിട്ടും. നമ്മൾ പറഞ്ഞ സാധ്യത മാക്സിമം 1 ആണ്. ആ 1ന്റെ അകത്ത് വീയാനുള്ള സാധ്യത 1/4 കുറച്ചാൽ മതി. ഇത് കുറക്കാനാണ് ഇവിടെ 1 - 1/4 എങ്ങനെ ചെയ്യും? ഇവിടെ പോകണം അടിയിലൊന്നും കിട്ടോ. ഇനി ഇത് ചെയ്താൽ മതി. 4 ഇനി -8 1/4 3/4. അപ്പോൾ ഇതാണ് 3/4. ഇതാണ് ത്രികോണത്തിൽ. ഈ ത്രികോണത്തിൽ വീയാതിരിക്കാനുള്ള സാധ്യത 1/4. ഈ ത്രികോണത്തിൽ വീയാനുള്ള സാധ്യത 1/4. ഈ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത 1/2. മനസ്സിലായിട്ടുണ്ടാവല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. അതായത് ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ചോദ്യം ആ പറയുന്ന സംഖ്യ രണ്ടും ഒരേ സംഖ്യ ആയിട്ടുള്ള 2 അക്ക സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അതായത് 11, 22, 33, 44 അങ്ങനെയുള്ള സംഖ്യ അതേപോലത്തെ സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ്? കണ്ടുപിടിക്കാമല്ലോ, സിമ്പിൾ കാര്യമല്ല. അതായത് 2 അക്ക സംഖ്യയാണ് പറയാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര 2 അക്ക സംഖ്യ ഉണ്ട്? 2 അക്ക സംഖ്യയോട് തുടങ്ങുന്ന 10 മുതലായില്ല. 10, 11, 12 ലാസ്റ്റ് വരെ പോകും. 99 വരെ പോകില്ല. അപ്പോൾ ഈ 99 വരെ മൊത്തം ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്? 99 ആണോ? അല്ല, ആദ്യത്തെ ഒരു 10 പോയി. ആദ്യത്തെ ഒരു 9, 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുണ്ടോ? ഇല്ല. 1, 2,
9. ഈ സംഖ്യ ഇവിടെ ഇല്ല. 9 സംഖ്യ ഇവിടെ ഇല്ല. അവസാനം 100ാമത്തെ സംഖ്യ ഇവിടെ ഇല്ല. അപ്പോൾ എത്രയും 9 1 10 സംഖ്യ പോയി. 100 സംഖ്യയിൽ 10 പോയി. ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. 10 മുതൽ 99 ടോട്ടൽ 99 സംഖ്യകൾ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 99. നമുക്കത് ഇവിടെ പറയുന്ന രണ്ട് സംഖ്യ സെയിം ആയിരിക്കണം. ആ പറയുന്ന രണ്ട് ഡിജിറ്റ് സെയിം ആയിരിക്കണം. ആ പറയുന്ന സംഖ്യ അങ്ങനത്തെ സംഖ്യ എന്തൊക്കെയാ? 11. ഇവിടെ രണ്ട് ഡിജിറ്റ് സെയിം അല്ല. പിന്നെ അതൊക്കെയാ 22. രണ്ട് ഡിജിറ്റ് സെയിം അല്ല. പിന്നെ അതൊക്കെയാ 33, 44, 55, 66, 77, 88, 92. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഇതാണ് രണ്ടും ഒരേ ഡിജിറ്റ് വരാനുള്ള സാധ്യത. പിന്നെ ആൻസർ ആണോ 9/99. ഇതിനാണ് ചുരുക്കിയത് 1/11 എഴുതാം. 999 പ്രാവശ്യം പോകില്ല. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ട്വൈസ് ഓഫ് ദി സെക്കൻഡ് ഡിജിറ്റ്. അതായത് ഒരു സംഖ്യ പറഞ്ഞാൽ അതിലെ ആ സംഖ്യയിലെ ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയെക്കാട്ടും ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇങ്ങനത്തെ സംഖ്യ കാണാം. ഇപ്പോൾ 21 ആദ്യത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഇരട്ടിയല്ല, 42. ഇവിടെ ആദ്യത്തെ സംഖ്യ ഇതിന്റെ രണ്ടാമത്തെ സംഖ്യ ഇരട്ടിയല്ല, രണ്ടാമത്തെ ഡിജിറ്റിന്റെ ഇരട്ടിയല്ല. അങ്ങനെയുള്ള സംഖ്യ ആകാനുള്ള സാധ്യതയില്ല. കണ്ടുപിടിക്കാലോ. ടോട്ടൽ എത്ര സംഖ്യ ഉണ്ട് നമുക്കറിയാം? 90 സംഖ്യകളല്ല. ഓ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. ഇവിടെ 99 അല്ല 90 എന്നാണ്. ടോട്ടൽ 90 സംഖ്യകളുണ്ട്. ഇവിടെ 90 എന്നാണ് വരിക. ഇവിടെ എത്ര വരും? 10. അത് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ രണ്ടാമത്തെ ഇങ്ങനെ കണ്ടുപിടിക്കാലോ. ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം. 10 മുതൽ രണ്ടൊക്കെ സംഖ്യ 10 മുതൽ 99 വരെയാണ് 90 സംഖ്യകളാണ് ടോട്ടൽ ഉണ്ടാകുക. 90 എണ്ണമാണ് ഉണ്ടാകുക. ഈ ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ ഡിജിറ്റിന്റെ ഇരട്ടിയാകുന്ന എത്ര എണ്ണം ഉണ്ടാവും? ഏതൊക്കെ വരും? ഈ സംഖ്യകൾ വരും. വേറെ ഒന്നും ഉണ്ടാവും. ഇതേ തോന്നുന്നു. ഇപ്പോൾ ടോട്ടൽ എത്രയും 1 2 3 4 സംഖ്യകൾ. അപ്പോൾ 4 എണ്ണം. അപ്പോൾ അതാണ് ആദ്യത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റ് ഇരട്ടിയാകാനുള്ള സാധ്യത. ഇത്ര കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2021 മോഡൽ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് 1 is asked to say a number 1 to 20. 1 മുതൽ 20 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ പറയാൻ ഒരാളോട് ആവശ്യപ്പെടുകയാണ്. ആദ്യ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് ഈവൻ. ആ പറയുന്ന സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? കണ്ടുപിടിക്കാലോ. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളാണ് പറയാൻ പറയുന്നത്. അപ്പോൾ ടോട്ടൽ 1 മുതൽ 20 വരെ എത്ര സംഖ്യകളുണ്ട്? 20 എണ്ണം ഉണ്ട്. നമുക്ക് അതായത് ഈവൻ സംഖ്യ ആകാനുള്ള സാധ്യതയാണ്. 1 മുതൽ 20 വരെ എത്ര ഈവൻ സംഖ്യകളുണ്ട് എന്ന് നോക്ക്. 1 മുതൽ 20 വരെ ഈവൻ സംഖ്യ എത്ര വരും? പകുതി വരും. അപ്പോൾ 10 എണ്ണം വരും. ഇതാണ് സാധ്യത. ഇനി അടുത്തെന്താ? പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5. ഇതിനാണ് ചുരുക്കിയത് 1/2 തന്നെ. മൾട്ടിപ്പിൾ ഓഫ് 5 അതായത് ആ പറയുന്ന സംഖ്യ 5ന്റെ മൾട്ടിപ്പിൾ ആകാനുള്ള സാധ്യത എന്താണ്? അതിന്റെ പ്രോബബിലിറ്റി എന്താണെന്ന് ചോദ്യം. 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. 1 മുതൽ 20 വരെ 5ന്റെ ഗുണിതം എത്ര എണ്ണം വരും? ഏതൊക്കെയാ? 5 10 15 20. അതായത് 5ന്റെ ഗുണിതങ്ങൾ വരും. 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പോൾ ടോട്ടൽ എത്ര സംഖ്യ ഉണ്ടായിരുന്നു? 20. അതിൽ 5ന്റെ ഗുണിതം എത്ര എണ്ണം ഉണ്ട്? 4. ഇതാണ് 5ന്റെ ഗുണിതാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കിയിട്ട് വേണമെങ്കിൽ 1/5 കൂടെ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു ചോദ്യം ഇതാണ്. ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് രൂപം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏരിയ ഓഫ് റെക്ടാങ്കിൾ 80 തന്നിട്ടുണ്ട്. ആ ചതുരത്തിന്റെ ഏരിയ 80 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദ്യം ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എത്രയാണ്? ഈ ത്രികോണത്തിന്റെ ഏരിയ എത്രയാണെന്ന് ചോദ്യം. എന്താണ് ഇതിന്റെ ചതുരത്തിന്റെ ഏരിയ? എങ്ങനെയില്ല, ഇതിന്റെ നീളവും വീതിയും കൂടി ഗുണിക്കാനല്ല, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഗുണിക്കാനല്ല. അത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ 80 ആണ്. ഇനി ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു അതിന്റെ നീളം L നോക്കാൻ എല്ലാം ഉണ്ട് ഇൻറ്റു അതിന്റെ വീതി B ആണ് ഉണ്ട്. ഇതിന്റെ ഗുണിച്ചാലേ, അതായത് ഇതിന്റെ ഉയരം നമ്മൾ ഇതാണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുന്ന ലംബാണ്. അത് ഇതിന്റെ സെയിം അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ത്രികോണത്തിന്റെ ഏരിയ. ഈ നീളം വീതി കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? നീളം വീതി കൊണ്ട് ചതുരത്തിന്റെ ഏരിയ കിട്ടുക. ചതുരത്തിന്റെ പരപ്പളമല്ല. അത് എത്രയാ തന്നിട്ടുണ്ട്? 80 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂടി ഗുണിച്ചാൽ 80 തന്നിട്ടുണ്ട്. അപ്പോൾ 1/2 ഇൻറ്റു 80 എന്നാണ്. 80ന്റെ പകുതി എന്നാണ്. അത് എത്രയാ? 40 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാണ്? 40 ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ചതുരം തന്നിട്ട് അതിന്റെ ഉള്ളിൽ ത്രികോണം ഏത് രൂപത്തിൽ തന്നാലും
ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരച്ച് തന്നാലും അതിൻ്റെ ചതുരത്തിന് നേരെ പകുതി ഏരിയയ്ക്കും ഈ ത്രികോണത്തിൻ്റെ കാര്യമില്ല പറയുന്നത്, ഈ ത്രികോണത്തിൽ മനസ്സിലാക്കുക, നേരെ പകുതി ഏരിയ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ചതുരത്തിൽ നമ്മൾ കണ്ണടച്ചൊരു കുത്തിലാണ്, അതേ ക്വസ്റ്റ്യനാണ്. അങ്ങനെയാണെങ്കിൽ അത് ഈ ത്രികോണത്തിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യതയാണ്. എത്ര കണ്ടുപിടിക്കാം? ഇതിന്റെ ഏരിയ, ഇതിന്റെ ചതുരത്തിന്റെ ഏരിയ നേരെ പകുതി ഏരിയ അല്ല ത്രികോണത്തിന്റെ ഏരിയ. അപ്പോൾ സാധ്യത എന്തായിരിക്കും? നേരെ പകുതി ആയിരിക്കും. ഒത്തിരി 1/2 അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി സമം സാധ്യത സമം ചതുരത്തിന്റെ ഏരിയ, അടിയിൽ എഴുതുക, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ആ ത്രികോണത്തിന്റെ ഏരിയ മുകളിൽ എഴുതുക. ചതുരത്തിന്റെ ഏരിയ അടിയിൽ, ത്രികോണത്തിന്റെ ഏരിയ മുകളിൽ എഴുതിയാൽ മതി. കിട്ടിക്കണം. ചതുരത്തിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 80 ആണ്. ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചില്ല 40. ഇത് ചുരുക്കി എത്തിയ 1/2 എന്നല്ല. അതിന് നമ്മൾ നേരത്തെ അവിടെ എഴുതിയ ആൻസർ. അതായത് ഇതിന്റെ നേരെ പകുതിയാണെങ്കിൽ, ഏരിയ പകുതിയാണെങ്കിൽ സാധ്യത പകുതി ആയിരിക്കും. ഇത്രയും മനസ്സിലാക്കാം. ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നല്ല ചാൻസ് ഉണ്ട്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് 2 ബോക്സ് തന്നിട്ടുണ്ട്. ഈ ബോക്സിൽ 5 കറുത്ത ബോളും 4 വെളുത്ത ബോളും ഉണ്ട്. രണ്ടാമത്തെ ബോക്സിലാണെങ്കിൽ 5 കറുത്ത ബോളും 3 വെളുത്ത ബോളും ഉണ്ട്. ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്, ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. ടോട്ടൽ ഞാൻ 2 ബോൾ എടുത്തത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന 2 ബോൾ കിട്ടിക്കഴിഞ്ഞല്ലോ, 2 ബോൾ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ചോദ്യം നോക്കാം, ഹൗ മെനി പേഴ്സ് ആർ പോസിബിൾ? എത്ര തരത്തിൽ നമുക്ക് ഇങ്ങനെ ബോളുകൾ എടുക്കാൻ പറ്റും? ഇതിനകത്ത് ഒരെണ്ണം എടുക്കാം, ഇതിനകത്ത് ഒരെണ്ണം എടുത്താൽ എത്ര തരത്തിൽ നമുക്ക് ബോൾ എടുക്കാൻ പറ്റും കണ്ടുപിടിക്കാറോ? ഇവിടെ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 10 ബോൾ. ഇവിടെ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 8 ബോൾ. അപ്പോൾ എത്ര തരത്തിൽ എടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? 2 കൂടി ഗുണിച്ചാൽ മതി. എത്ര വരും? 80. ഇപ്പോൾ എത്ര തരത്തിൽ എടുക്കാൻ പറ്റും? 80 തരത്തിൽ എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ബോൾ എടുത്ത്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ബോൾ എടുത്ത്, ആ കിട്ടിയ 2 ബോളും കറുത്തതാകാനുള്ള സാധ്യത, 2 ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി എന്നാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ, ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കുക, ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. അതായത് ഇതിൻ്റെ അകത്തും ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അത് 2 കൂടി ഗുണിച്ചാൽ മതി. ചെയ്തൂടാ? ഇതിന് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്തിയാ? അതിൽ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 10. എത്ര ബ്ലാക്ക് ഉണ്ട്? 6. ഇതിനകത്ത് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതാണ്. ഇനി ഇതിൻ്റെ അകത്തൊന്നും ബ്ലാക്ക് കിട്ടണ്ടേ? ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? പ്രോബബിലിറ്റി എത്ര? ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 8. എത്ര ബ്ലാക്ക് ഉണ്ട്? 5. അപ്പോൾ 2 ബ്ലാക്ക് ആകാനുള്ള സാധ്യത എത്രയാണ്? ഇത് 2 കൂടി ഗുണിച്ചാൽ മതി. എത്ര വരും? 30/80. അത് 3/8 0.0 ആൻസർ ചെയ്താൽ പിന്നെ ആൻസർ 3/8. അടുത്ത ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്, 1 ബ്ലാക്ക് 1 വൈറ്റ്. അതായത് ഈ ബോക്സിൽ നിന്നും ഒരു ബോൾ എടുക്കാണ്, ഈ ബോക്സിൽ നിന്നും ഒരു ബോൾ എടുക്കാണ്, 2 ബോൾ കിട്ടുമല്ലോ. അതിൽ ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും ആകാനുള്ള സാധ്യത. ബ്ലാക്ക് എവിടെ നിന്നാണ്, ഏത് ബോക്സിൽ നിന്നും പ്രത്യേകം പറയുന്നില്ല, അല്ലെങ്കിൽ വൈറ്റ് എവിടെ നിന്നാണ് പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെ വരാം? ഈ രീതിയിൽ വന്നു വരാം. അതായത് ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ബ്ലാക്കും രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് വൈറ്റും. അപ്പോൾ എന്താ, ഒരു ബ്ലാക്കും ഒരു വൈറ്റും കിട്ടിക്കോളും. അങ്ങനെ വരാമല്ലോ. അല്ലെങ്കിൽ നേരെ തിരിച്ചു വരാമല്ലോ. ഈ പ്രോബബിലിറ്റി ഓഫ് വൈറ്റും ബ്ലാക്കും വരാമല്ലോ. അതായത് ആദ്യത്തെ പെട്ടിന്ന് വൈറ്റും രണ്ടാമത്തെ പെട്ടിന്ന് ബ്ലാക്കും, അങ്ങനെ വരില്ല. അപ്പോൾ എന്തായാലും ഒരു ബ്ലാക്കും ഒരു വൈറ്റും ആയിരുന്നു. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, ഇതിന്റെ സാധ്യത കണ്ടുപിടിക്കുക, ഇതിന്റെ സാധ്യത കണ്ടുപിടിക്കുക. രണ്ടും കൂട്ടിയുണ്ടായിരിക്കും. ഒരു കറുത്തും ഒരു വെളുത്തും കിട്ടാനുള്ള സാധ്യതയായിരിക്കും. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പ്രത്യേകത, നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കാണ്ട് എന്തെങ്കിലും ഇതാ ചെയ്യരുത്, തെറ്റിപ്പോകും. ചോദ്യം നമ്മൾ മനസ്സിലാക്കി, ഈ ചോദ്യം ട്രിക്ക് ചെയ്യും ഈ പറഞ്ഞത്, അതാണ് പ്രത്യേകത. അപ്പോൾ ഇതിന്റെ സാധ്യത എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ നിന്ന് ബ്ലാക്ക് ആയിട്ട് രണ്ടാമത്തെ വൈറ്റ് ആയിരിക്കണം. അപ്പം കണ്ടുപിടിച്ചല്ലോ, ഇതിന് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ടോട്ടൽ 10. എത്ര ബ്ലാക്ക് ഉണ്ട്? 6. ഇതിനകത്ത് എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം. അതിൽ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 8. എത്ര വൈറ്റ് ഉണ്ട്? 3. അപ്പോൾ ആദ്യത്തെ ബ്ലാക്ക് രണ്ടാമത്തെ വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സാധ്യത എത്രയാണ്? 2 കൂടി ഗുണിച്ചാൽ മതി. കിട്ടൂല? നീ ഇത് കണ്ടുപിടിക്കാം. ആദ്യത്തെ വൈറ്റ് രണ്ടാമത്തെ ബ്ലാക്ക് എത്ര വരും? ഇതിൻ്റെ അകത്ത് നിന്ന് വൈറ്റ് ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ 10. എത്ര വൈറ്റ് ഉണ്ട്? 4. ഇൻറ്റു രണ്ടാമത്തെ എന്തായിരിക്കണം? ബ്ലാക്ക് ആയിരിക്കണം. അതിൽ ടോട്ടൽ എത്ര ഉണ്ട്? 8. എത്ര ബ്ലാക്ക് ഉണ്ട്? 5. അപ്പോൾ ആദ്യത്തെ വൈറ്റ് രണ്ടാമത്തെ ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത ഗുണിച്ചാൽ കിട്ടിക്കൊള്ളൂ. 20/80. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ബ്ലാക്കും ഒരു വൈറ്റും കിട്ടാനുള്ള സാധ്യതയല്ല. അതായത് ഈ സാധ്യത കൂടി കൂട്ടിയാൽ മതി. അതായത് ഈ സംഖ്യയിൽ കൂട്ടിയാൽ മതി. അതായത് 18/80 കൂട്ടണം. 20/80. എത്രയും അടി സെയിം അല്ല, 80 അല്ല. 9 ആദ്യം ചെയ്താൽ
18 കിലോ കൂട്ടിയാൽ 38. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ 38/80. കാരണം ഒരു കറുത്തതും ഒരു വെളുത്തതും കിട്ടാനുള്ള സാധ്യത പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2020 മാർച്ച് മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ഇതിൽ തന്നെ അത്യാവശ്യം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ബോക്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ബോക്സിൽ 6 കറുത്ത ബോളുകൾ, 5 വെളുത്ത ബോളുകൾ. ഈ ബോളൊക്കെ പറഞ്ഞ് മാറ്റി തരാൻ. അപ്പോൾ കണ്ടന്റ് സെയിം ആയിരിക്കും. രണ്ടാമത്തെ 8 ചുവന്ന ബോളുകൾ, 4 വെള്ള ബോളുകൾ. ഇങ്ങനെയാണ് ഉള്ളത്, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരെണ്ണം എടുക്കാണ്, ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുക്കാണ്. ഇപ്പോൾ നമ്മൾ 2 എടുത്ത് കഴിഞ്ഞു. ഇനി ചോദ്യം എന്താ? ആദ്യത്തെ പോസിബിൾ പ്ലേയേഴ്സ്, അതായത് എത്ര തരത്തിൽ നമുക്ക് അങ്ങനെ എത്ര തരത്തിൽ എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുക്കണം, ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുക്കണം. അപ്പോൾ അങ്ങനെ എത്ര തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും കണ്ടുപിടിക്കാമോ? ഇതിൽ ടോട്ടൽ എത്ര ഉണ്ട്? 6, 5, 11 ഉണ്ട്. ഇതിൽ ടോട്ടൽ എത്ര ഉണ്ട്? 8, 4, 12 ഉണ്ട്. രണ്ടും കൂടി ഗുണിച്ചാലും കിട്ടുമ്പോൾ ടോട്ടൽ എത്ര ജോഡികൾ എടുക്കാൻ പറ്റും, എത്ര പ്ലേയേഴ്സ് കിട്ടുന്നുണ്ട്? ഇപ്പോൾ എത്ര കിട്ടാം? 120, 12, 132 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 132. രണ്ടാമത്തെ ചോദ്യം എന്താ? പ്രോബിലിറ്റി ഓഫ് റെഡ് ആൻഡ് റെഡ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബോൾസ് ആർ ടു ബി റെഡ്. രണ്ടും ചുവന്ന കിട്ടാൻ സാധ്യത. ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ചുവപ്പായിരിക്കണം, ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ചുവപ്പായിരിക്കണം. നമ്മൾ ഓരോന്നും ഇതിൻ്റെ അകത്തുനിന്നും ഓരോ ബോൾ എടുക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത കാര്യം തന്നെയല്ല. ഇതിൻ്റെ അകത്ത് ചുവപ്പ് കിട്ടാൻ സാധ്യത കാണാം, ഇതിൻ്റെ അകത്ത് ചുവപ്പ് കിട്ടാൻ സാധ്യത കാണാം. അതായത് 2 റെഡ് കിട്ടാൻ സാധ്യത കാണാം, ഓരോന്നും റെഡ് കിട്ടാൻ സാധ്യത കാണാം. ഇത് ഗുണിച്ചാൽ മതി. ഇതിന് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത എത്ര? റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ? ടോട്ടൽ എത്ര ഉണ്ട്? 11. എത്ര റെഡ് ഉണ്ട്? 6. ഇതിൻ്റെ അകത്ത് റെഡ് കിട്ടണ്ടേ? 2 റെഡ് തന്നെയാണ്. അപ്പോൾ അതിന് ടോട്ടൽ എത്ര ഉണ്ട്? 12. എത്ര റെഡ് ഉണ്ട്? 8. അപ്പോൾ 2 റെഡ് ആകാനുള്ള സാധ്യത എന്ത് വരും? 2 ഗുണിച്ചാൽ മതി. അതായത് 48/132 കിട്ടും. അതാണ് ആൻസർ. 48/132. ഇതിനാണെങ്കിൽ ചെറുതാക്കി എഴുതാം. രണ്ടാമത്തെ ചോദ്യം എന്താ? പ്രോബിലിറ്റി ഓഫ് വൈറ്റ് ആൻഡ് വൈറ്റ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബോൾസ് ആർ ടു ബി വൈറ്റ്. 2 ബോൾ കിട്ടുന്ന 2 ബോൾ വൈറ്റ് ആകാനുള്ള സാധ്യത അതായിരിക്കണം. ഇതിനകത്ത് കിട്ടുന്ന വൈറ്റ് ആയിരിക്കണം, കിട്ടുന്ന വൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം എടുത്താൽ വൈറ്റ് ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കുക, ഇതിന് ഒരെണ്ണം എടുത്താൽ വൈറ്റ് ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. ഇതിനോട് ഗുണിച്ചാൽ മതി. ഇത് ചെയ്ത് കൊണ്ടല്ലേ ഇതിന് വൈറ്റ് കിട്ടാനുള്ള സാധ്യത വരും. ടോട്ടൽ എത്ര ഉണ്ട്? 11. എത്ര വൈറ്റ് ഉണ്ട്? 5. അപ്പോൾ വൈറ്റ് കിട്ടാനുള്ള സാധ്യത, ഇതിൻ്റെ അകത്ത് വൈറ്റ് കിട്ടാനുള്ള സാധ്യത. അതേപോലെ ഇതിൻ്റെ അകത്ത് വൈറ്റ് കിട്ടാണോ? ടോട്ടൽ എത്ര ഉണ്ട്? 12. എത്ര വൈറ്റ് ഉണ്ട്? 4. അപ്പോൾ 2 വൈറ്റ് ആകാനുള്ള സാധ്യത എന്താണ്? ഇതോട് കൂടി ഗുണിച്ചാൽ മതി. ഇത് വരും 20/132 വരും. അപ്പോൾ 20/132. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 റെഡ്. ചുരുങ്ങിയത് ഒരെണ്ണെങ്കിലും റെഡ് ആകാനുള്ള സാധ്യത എന്താണ്? ഇങ്ങനെ നോക്കടാ, 2 റെഡ് ആയിക്കോളാം. അപ്പോൾ ഒരെണ്ണെങ്കിലും റെഡ് ആയിക്കോളുമല്ലോ. അറ്റ്ലീസ്റ്റ് ചുരുങ്ങി ഒരെണ്ണെങ്കിലും റെഡ് ആണെന്നല്ല, 2 റെഡ് ആയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ 2 ഇതിൻ്റെ അകത്ത് റെഡ് കിട്ടാം, ഇതിൻ്റെ അകത്ത് റെഡ് കിട്ടാം. അപ്പോൾ ഒരെണ്ണെങ്കിലും റെഡ് ആയിക്കോളും. ഇങ്ങനെ കിട്ടാം. ആദ്യത്തെ റെഡ് കിട്ടാം, രണ്ടാമത്തേന്ന് വൈറ്റ് കിട്ടാം. അപ്പോൾ ഒരെണ്ണം റെഡ് ആയിക്കോളും. ഇനി അല്ലെങ്കിൽ എങ്ങനെ വരാം? ആദ്യത്തേന്ന് വൈറ്റ് വരാം, രണ്ടാമത്തേന്ന് റെഡ് വരാം. അപ്പോൾ ഒരെണ്ണെങ്കിലും റെഡ് ആയിക്കോളും. അപ്പോൾ ഈ സാധ്യത കണ്ടുപിടിക്കുക, ഈ സാധ്യത കണ്ടുപിടിക്കുക, ഈ സാധ്യത കണ്ടുപിടിക്കുക. 3 കൂടി കൂട്ടിയാൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ. എത്ര വരും? ഒന്നാമത്തെ 2 റെഡ് ആകാൻ സാധ്യത എത്ര വരും? ഇതിന് റെഡ് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. അത് എത്രയാണ്? ടോട്ടൽ 11, റെഡ് 6. ഇതിനകത്ത് റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ടോട്ടൽ 12, 8 റെഡ്. ഇതിൽ ഗുണിച്ചാൽ എന്താവും? 2 റെഡ് കിട്ടാനുള്ള സാധ്യത കിട്ടുള്ളൂ. കേട്ടില്ല? ഇനി ഈ രീതിയിൽ വരാനോ? ആദ്യത്തെ റെഡ്, രണ്ടാമത്തെ വൈറ്റ്. ഇതിന്ന് റെഡ്, ഇതിന്ന് വൈറ്റ്. എത്ര വരും? ആദ്യത്തെ റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ടോട്ടൽ 11, 6 റെഡ്. ഇതിന് രണ്ടാമത്തെ വൈറ്റ് കിട്ടാനുള്ള സാധ്യത ടോട്ടൽ 12. എത്ര വൈറ്റ് ഉണ്ട്? 4. ഒരു കിട്ടിക്കൊള്ളൂല്ലോ. ഇനി അതേപോലെ ഇത് കണ്ടുപിടിക്കാം. ആദ്യത്തെ വൈറ്റ്, രണ്ടാമത്തെ റെഡ്. ഇന്ന് വൈറ്റ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ടോട്ടൽ 11. എത്ര വൈറ്റ് ഉണ്ട്? 5. ഇന്ന് റെഡ് കിട്ടണം. ടോട്ടൽ 12, റെഡ് 8. ഇതിനോട് ഗുണിച്ചെടുത്താൽ ആദ്യത്തെ വൈറ്റ്, രണ്ടാമത്തെ റെഡ് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 റെഡ് എന്നുള്ളതാണ്. ചുരുങ്ങിയത് ഒരെണ്ണം റെഡ് ആയിരിക്കാം. അതായത് 2 റെഡ് ആകാം, ആദ്യത്തെ റെഡ് ആകാം, രണ്ടാമത്തെ റെഡ് ആകാം. അപ്പോൾ ഇത് 3 കൂടി കൂട്ടിയാൽ മതി. ഈ 3 പ്രോബിലിറ്റി കൂടി കൂട്ടിയാൽ മതി. ആ 3 സാധ്യത കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര വരും? 48/132 കൂട്ടണം, 24/132 കൂട്ടണം, 40/132. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ല. 132, 48, 24, 40, 88, 108, 112. ചെറിയ കുട്ടിയുടെ ജീവിതം തന്നെയായിരിക്കും. അതായത് 112/132. അതാണ്
ഇതിന്റെ ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഈ ചോദ്യം വേണമെങ്കിൽ വേറെ രീതി ചെയ്യാം. അതായത് അറ്റ്ലീസ്റ്റ് 1 ബ്രെഡ് നില, ചുരുങ്ങിയ ഒരെണ്ണെങ്കിലും ബ്രെഡ് നില പറഞ്ഞാൽ. അപ്പോൾ 2 ബ്രെഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യത കണ്ടുപിടിക്കാം. അതായത് 2 വൈറ്റ് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കാം. എന്നിട്ട് വിളിക്കാം ഒന്നിൻ്റെ അകത്തുനിന്ന് അതും കുറച്ചെല്ലാം മതി. 2 വൈറ്റ് കിട്ടിയാൽ എന്താ ഒരെണ്ണം ചുവപ്പ് കിട്ടാനുള്ള കാര്യം തെറ്റിയല്ലോ. അപ്പോൾ 2 വൈറ്റ് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. അതായത് പി ഓഫ് ഡബ്ല്യു ഡബ്ല്യു 2 വൈറ്റ് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. വെറുതെ ചെയ്തോ 2 വൈറ്റ് കിട്ടാനുള്ള സാധ്യത. ഇതിനകത്ത് വൈറ്റ് ആയിരിക്കും, ഇതിന് വൈറ്റ് ആയിരിക്കും. അതെന്ത് ചെയ്യുക? ആദ്യത്തിന് വൈറ്റ് കിട്ടാണ്. ടോട്ടൽ എത്ര ഉണ്ട്? 11. എത്ര വൈറ്റ് ഉണ്ട്? 5. ഇതിന് വൈറ്റ് ആയിരിക്കണ്ടേ? ടോട്ടൽ എത്ര ഉണ്ട്? 12. എത്ര വൈറ്റ് ഉണ്ട്? 4. രണ്ടും ഗുണിച്ചാൽ 2 വൈറ്റ് കിട്ടാനുള്ള സാധ്യത എത്ര? 20/132. 2 വൈറ്റ് കിട്ടാനുള്ള സാധ്യത നമ്മൾ എന്താ ചെയ്യണം? മാക്സിമം പ്രോബിലിറ്റി ഒന്നിൻ്റെ അകത്തുനിന്ന് 2 വൈറ്റ് കിട്ടാനുള്ള സാധ്യത കുറച്ചാൽ, അതായത് 1 മൈനസ് ഈ സാധ്യത കുറച്ചാൽ അത്ര വരും. 132 20 കുറച്ചാൽ വരും 112 തന്നെ വരില്ല. 132 എന്തിനാ ഈ ആൻസർ? അപ്പോൾ ഏത് രീതിയിൽ വേണം ചെയ്തു നോക്കാം. അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഈ പ്രാവശ്യം ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 2019 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി 2019 ചോദ്യം ഇതാണ്. ഈ ഒറ്റ ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. അതായത് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പച്ച ബോളുണ്ട്, കുറച്ച് നീല ബോളുണ്ട്, കുറച്ച് ഗ്രീൻ ഉണ്ട്, കുറച്ച് ബ്ലൂ ഉണ്ട്. എത്രയാണ് പറഞ്ഞില്ല. അപ്പോൾ ഈ ബോക്സിലേക്ക് നമ്മൾ എ ചുവന്ന ബോൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്രയും എ റെഡ് കൂടെ വന്നു. ഇപ്പോൾ ഈ ബോക്സിനകത്ത് നമ്മൾ ഒരു ബോൾ എടുത്തപ്പോൾ അത് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത 7/24 ആണ്. ഇതിന് ഒരു ബോൾ എടുത്തപ്പോൾ അത് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത ഇതാണ്. അപ്പോൾ ചുവപ്പ് കിട്ടാനുള്ള പ്രോബിലിറ്റി 7/21 എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എത്ര ബോൾ ഉണ്ട് ഇതിൽ? ടോട്ടൽ എത്ര ബോൾ ഉണ്ട് നമ്മൾ അടിയിൽ എഴുതാം അല്ല? 24. എത്ര ചുവന്ന ബോൾ ഉണ്ട്? 7. അങ്ങനെ നമ്മൾ സാധ്യത പറയാം, പ്രോബിലിറ്റി പറയാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? ഇപ്പോൾ ടോട്ടൽ ഇതിൽ എത്ര ബോൾ ഉണ്ട്? 24 ബോൾ ഉണ്ട്. ഇപ്പോൾ ചുവന്ന ബോൾ, അതാണ് ചുവന്ന കിട്ടാനുള്ള സാധ്യത, ചുവപ്പ് കിട്ടാനുള്ള സാധ്യത. ചോദ്യം തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്ന വേറൊരു കാര്യമാണ്, ഈ ചുവന്ന കൂടി ആയിരുന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബോൾ എടുത്തപ്പോൾ അത് നീല കിട്ടാനുള്ള സാധ്യത 1/6 നമുക്ക് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് സൂചിപ്പിച്ച ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. നീല കിട്ടാനുള്ള സാധ്യത 1/6 ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ബ്ലൂ കിട്ടാനുള്ള സാധ്യത 1/6 കൂടി തന്നിട്ടുണ്ട്. ചുവന്ന കൂടി ആഡ് ചെയ്യാം. നമുക്ക് എന്താ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 24. 24. അപ്പോൾ അതിൽ എത്ര നീല ബോൾ ഉണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിന് ചെറുതാക്കി കിട്ടിയതാണ് ഈ സംഖ്യ. ഇതിന് മുകളിൽ വേറൊരു സംഖ്യയുണ്ട്. ഈ ഫ്രാക്ഷൻ ആ ഭിന്ന സംഖ്യ ചെറുതാക്കി എഴുതിയാണ് ഈ സംഖ്യ. അപ്പോൾ 6 എത്ര കൊണ്ട് ഗുണിച്ചാൽ 24 ആവാം? 4 കൊണ്ടല്ല അല്ലേ? അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്തായിക്കോളും? 24 ആയിക്കോളും. അപ്പോൾ അതേ 4 കൊണ്ട് മുകളിൽ ഗുണിക്കാം. അപ്പോൾ ഈ സംഖ്യ ചെറുതാക്കിയതാണ്. അപ്പോൾ ചുവന്ന ബ്ലൂ കിട്ടാനുള്ള സാധ്യത ശരിക്കും 4/24 ആണ്. അതിന്റെ അർത്ഥം എന്നാ? ഈ മൊത്തം 24 ബോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, മൊത്തം 24 ബോൾ ഉണ്ടല്ലോ. അതിൽ എത്ര നീല ബോൾ ഉണ്ടാവും? ശരിക്കും 4 നീല ബോൾ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആദ്യ ചോദ്യം എന്താണ്? ഹൗ മെനി ബോൾസ് ആർ ദർ? ഇതിൽ മൊത്തം എത്ര ബോളുകൾ ഉണ്ട്? മൊത്തം എത്ര ഉണ്ട്? 24. അതാണ് എൻ്റെ ആൻസർ. രണ്ടാമത്തെ ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ? അതിൽ എത്ര നീല ബോൾ ഉണ്ട്? അപ്പോൾ നമ്മൾ നീല ബോൾ ഉണ്ട് എന്ന് പറയാൻ ഒന്നും എഴുതി പോകരുത്. കാരണം ടോട്ടൽ എത്ര ഉണ്ട് അടിയിൽ നോക്കണം. ടോട്ടൽ ഇവിടെ 6 ബോളാണുള്ളത്, അല്ല 24 ആണ്. അപ്പോൾ 24 ചെറുതാക്കി കിട്ടിയ സംഖ്യയാണ് ഇത്. അപ്പോൾ ഇത് 24 ആക്കി മാറ്റാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട്. അതേ 4 കൊണ്ട് മുകളിൽ കൂടി ഗുണിക്കാം. ഇപ്പോൾ 4/4 കിട്ടിക്കോളും. ഈ 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ 4, 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ 24. ഈ സംഖ്യ ഒപ്പിക്കാനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എത്ര നീല ബോൾ ഉണ്ട്? 4. അപ്പോൾ ഹൗ മെനി ബോൾസ് ആർ ദർ വിച്ച് ആർ ബ്ലൂ? എത്രയാ? 4 നീല ബോൾ ഉണ്ട്. നേരത്തെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ, പച്ച കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമുക്കിവിടെ ബ്ലൂ എത്രയാണ് കിട്ടി? 4. അപ്പോൾ ടോട്ടൽ എത്രയാ? 24. അപ്പോൾ പച്ച എത്ര ഉണ്ടാവും? 11 കഴിച്ചിട്ട് 13 ഉണ്ടാവുമല്ലോ പച്ച. ഇനി പച്ച കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കാമോ? ടോട്ടൽ എത്രയാണ്? 24. എത്രയാണ് പച്ച ഉള്ളത്? 13. ഇതാണ് പച്ച കിട്ടാനുള്ള സാധ്യത. ഈ പാഠത്തിൽ കണക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം വളരെ സിമ്പിൾ പരിപാടിയാണ്. കണ്ടന്റ് അറിയണം, അത്രയേ ഉള്ളൂ. പിന്നെ ചോദ്യം ശ്രദ്ധിക്കണം, അതാണ് ഇതിന്റെ മെയിൻ പരിപാടികൾ. ബാക്കിയൊക്കെ നമ്മുടെ കൈ തന്നെയാണ്, വേറൊന്നുമില്ല.
അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കാണുമ്പോഴേക്കും ബൈ.